റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ IPL കന്നി കിരീട നേട്ടത്തിന്റെ ആഘോഷം വൻ ദുരന്തത്തിൽ കലാശിച്ചപ്പോൾ നഷ്ടമായത് 11 ജീവനുകളാണ്. പരിക്കേറ്റത് 50-ലധികം പേർക്ക്. അപകടത്തിന്റെ ഉത്തരവാദിത്തത്തെ ചൊല്ലി വലിയ രാഷ്ട്രീയ വിവാദമാണ് ഉയർന്നിരിക്കുന്നത്. ആരാണ് ഉത്തരവാദി? ആരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്? ഇങ്ങനെ പോകുന്നു ചർച്ചകൾ. ഇതിനിടെ കുംഭമേള ഓർമ്മിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. വിവരങ്ങൾ വിശദമായി നോക്കാം. ഇന്ത്യൻ കായിക ചരിത്രത്തിലെ തന്നെ കറുത്ത ദിനമായി മാറുകയായിരുന്നു ജൂൺ 4. ബംഗളൂരുവിലെ വിധാൻ സൗദയിൽ നിന്ന് ആരംഭിച്ച് 2 കിലോമീറ്റർ അകലെയുള്ള ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് എത്തുന്ന രീതിയിലാണ് RCB അധികൃതരും KCAയും പരേഡ് നിശ്ചയിച്ചിരുന്നത്. വിക്ടറി പരേഡ് കാണാൻ 4 ലക്ഷത്തോളം പേർ അണിനിരന്നുവെന്നാണ് സൂചന. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ 35,000 ആളുകളെ മാത്രമാണ് ഉൾക്കൊള്ളാനാകുന്നത്. എന്നാൽ സ്റ്റേഡിയത്തിൽ കയറാനായി ഇരച്ചെത്തിയത് ലക്ഷക്കണക്കിന് ആളുകളാണ്. സ്റ്റേഡിയത്തിന് പുറത്തുണ്ടായ തിക്കിലും തിരക്കിലുമാണ് ദുരന്തമുണ്ടായത്. സുരക്ഷാ വീഴ്ചയും അപകടത്തിന്റെ ഉത്തരവാദിത്തത്തെ ചൊല്ലിയും വിമർശനങ്ങൾ ഉയരുന്നതിനിടെ ഇതിനു മുൻപും നിരവധി തിക്കും തിരക്കുകളും സംഭവിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയിരിക്കുകയാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. ഈ വർഷം ആദ്യം പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേളയിൽ തിക്കിലും തിരക്കിലും ആളുകൾ മരിച്ചതിനെ കുറിച്ചായിരുന്നു സിദ്ധരാമയ്യയുടെ പരാമർശം. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇത്തരം തിക്കും തിരക്കുകളും പലതും നടന്നിട്ടുണ്ട്. ഇതിലും ഗുരുതരമായവ പോലും സംഭവിച്ചിട്ടുണ്ട്. കുംഭമേളയിലും ഇത് സംഭവിച്ചു. 60ഓളം ആളുകളാണ് മരിച്ചത്. എന്നാൽ അതുപയോഗിച്ച് ന്യായീകരിക്കുന്നില്ല എന്നും സിദ്ധരാമയ്യ പറഞ്ഞു. സ്റ്റേഡിയത്തിലെ പരിപാടി സംസ്ഥാന സർക്കാരല്ല, ക്രിക്കറ്റ് അസോസിയേഷനാണ് സംഘടിപ്പിച്ചതെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. സർക്കാർ അനുമതി നൽകുകയും ബംഗളൂരു പോലീസിനെ സുരക്ഷയ്ക്കായി വിന്യസിക്കുകയും ചെയ്തിരുന്നു. വിധാൻ സൗദയ്ക്ക് മുന്നിൽ 1 ലക്ഷത്തിലധികം ആളുകൾ തടിച്ചുകൂടിയെങ്കിലും അവിടെ ഒരു അനിഷ്ട സംഭവം ഉണ്ടായില്ല. എന്നാൽ 35,000 പേർക്ക് ശേഷിയുള്ള സ്റ്റേഡിയത്തിൽ 2 മുതൽ 3 ലക്ഷം വരെ ആളുകളാണ് എത്തിയത്. ഇത് പൂർണ്ണമായും അപ്രതീക്ഷിതമായിരുന്നു എന്നും സിദ്ധരാമയ്യ പറയുന്നുണ്ട്. 47 പേർക്ക് പരിക്കേറ്റതായും അവരിൽ ഭൂരിഭാഗത്തിനും നിസ്സാര പരിക്കുകൾ മാത്രമാണുള്ളതെന്നും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാരിന് ലഭിച്ച പ്രാഥമിക വിവരങ്ങൾ പ്രകാരം സ്റ്റേഡിയത്തിന് സമീപമുള്ള ഒരു ഓടയ്ക്ക് മുകളിൽ താൽക്കാലികമായി വെച്ചിരുന്ന സ്ലാബ് ആളുകളുടെ ഭാരം താങ്ങാനാകാതെ തകർന്നു. പെട്ടെന്നുണ്ടായ ഈ സംഭവം പരിഭ്രാന്തി ഉണ്ടാക്കുകയും ദാരുണ ദുരന്തത്തിൽ കലാശിക്കുകയുമായിരുന്നു. ബംഗളൂരു ദുരന്തത്തിന്റെ ഉത്തരവാദി ആര് എന്ന ചോദ്യം ഉയരുന്നതിനിടെ പുഷ്പ 2 പ്രീമിയർ ഷോക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവം തുടർന്നുള്ള അല്ലു അർജുന്റെ അറസ്റ്റും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നുണ്ട്. 2024 ഡിസംബറിലാണ് അല്ലു അർജുന്റെ പുഷ്പ 2 ദ റൈസിന്റെ പ്രദർശനത്തിനിടെ അപകടമുണ്ടായത്. ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലെ പ്രദർശനത്തിനിടെ അല്ലു അർജുൻ എത്തിയതോടെ വലിയ തിക്കും തിരക്കും ഉണ്ടാവുകയും രേവതി എന്ന യുവതിക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തിരുന്നു. പിന്നാലെ അല്ലു അർജുനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടന് ജാമ്യം ലഭിച്ചെങ്കിലും ഒരു രാത്രി അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടി വന്നിരുന്നു. തെലങ്കാനയിൽ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തപ്പോൾ കർണാടക സർക്കാർ ആരെയാണ് പഴിചാരാനും അറസ്റ്റ് ചെയ്യാനും പോകുന്നതെന്നുമുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അല്ലു അർജുനെ രേവന്ത് റെഡ്ഡി അറസ്റ്റ് ചെയ്തതുപോലെ കോഹ്ലിയെ കർണാടക സർക്കാർ അറസ്റ്റ് ചെയ്യുമോ എന്ന് പോലും ചോദിക്കുന്നവരുണ്ട്. കർണാടക ഹൈക്കോടതിയിൽ നടന്ന സ്വമേധയാ വാദത്തിനിടെ സ്റ്റേഡിയത്തിനകത്തും പുറത്തും ക്രമസമാധാനം നിലനിർത്താൻ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം 1400-ലധികം പോലീസുകാരെ വിന്യസിച്ചിരുന്നതായി സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. പ്രവേശനം സൗജന്യമാണെന്ന പ്രചാരണം മൂലമാണ് 2.5 ലക്ഷം ആളുകൾ എത്തിയതെന്ന് സംസ്ഥാനത്തിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ ശശി കിരൺ ഷെട്ടി കോടതിയിൽ പറഞ്ഞു. സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവരും സ്റ്റേഡിയത്തിന് പുറത്ത് എത്തിയതാണ് ഈ വൻ ജനക്കൂട്ടത്തിന് കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു. തുടക്കത്തിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് പാസ് ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് പാസ് ലഭിച്ചത്. വളരെ പെട്ടെന്ന് നിശ്ചയിച്ചിരുന്ന പരിപാടി ആയതിനാൽ എല്ലാവരെയും സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഗേറ്റ് തുറന്നതോടെ ആരാധകർ തിക്കി തിരക്കി ഉള്ളിലേക്ക് കയറി. ഇടുങ്ങിയ ഒറ്റ ഗേറ്റ് വഴി മാത്രമായിരുന്നു പ്രവേശനം എന്നതും ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു. ദുരന്തത്തിന് ഉത്തരവാദികളായ ആരെയും വെറുതെ വിടില്ലെന്ന് സർക്കാർ പറയുന്നുണ്ട്. സംഭവത്തിൽ കർണാടക ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയും ചെയ്തു. 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉത്തരവിട്ടിട്ടുള്ളത്. കായിക ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള നിരവധി ദുരന്തങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. 1980 ഓഗസ്റ്റ് 16 കൊൽക്കത്തയിൽ നടന്ന ഫുട്ബോൾ ലീഗിനിടെയായിരുന്നു ഇന്ത്യൻ കായിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ചത്. ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ സീനിയർ ഡിവിഷൻ ലീഗ് മത്സരത്തിൽ കാണികൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാവുകയും അന്ന് തിക്കിലും തിരക്കിലും പെട്ട് 16 പേർ മരിക്കുകയും ചെയ്തിരുന്നു.